മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപ തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഗവർണർ ഓഫ് കേരള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻജി, ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അവർകൾ, ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി അവർകൾ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ജിജ്ഞാസുക്കൾ, ശ്രീരാമകൃഷ്ണ ഭക്തർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് സനാതന ധർമ്മത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാറാണ്. നമുക്കറിയാം, സനാതന മൂല്യങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ അഭിപ്രായത്തിൽ ജീവിത പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരമാണ് ഉപനിഷത്ത് സന്ദേശങ്ങൾ. അതൊരു കാരണം, അത് സ്വരൂപത്തെ സാക്ഷാത്കരിക്കുവാൻ, മനുഷ്യൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുവാൻ കെൽപ്പ് നൽകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചാന്തോക്യോപനിഷത്തിൽ കൃത്യമായി പറയുന്നു, തരതി ശോകം ആത്മവിത്ത്. ആത്മവിത്തിന് മാത്രമേ, സ്വയം തിരിച്ചറിയുന്ന, സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ ദുഃഖത്തെ മറികടക്കാൻ സാധിക്കൂ. ദുഃഖത്തെ അതിജീവിക്കാൻ ഒരു വഴിയുമില്ല. തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതല്ലാതെ മറ്റൊരു രീതിയും അതിനില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ ചാന്തോക്യോപനിഷത്തിൽ തന്നെ പറയുന്നു, യോ വൈ ഭൂമ തത്സുഖം ന അൽപേ സുഖമസ്തി. ആ രീതിയിൽ സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രപഞ്ചത്തോളം വികസിക്കുമ്പോഴാണ് നമുക്ക് സുഖം കൈവരുന്നത്. ന അൽപേ സുഖമസ്തി. മറ്റൊരു രീതിയിലും അല്പത്തിലും ഒന്നുമല്ല സുഖമിരിക്കുന്നത് എന്ന് ഉപനിഷത്ത് ഋഷി നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നു. മാത്രമല്ല, ഉപനിഷത്തിനെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനപ്പുറം ആഴത്തിൽ മനുഷ്യരാശിക്ക് പോകാനാവില്ല എന്നുള്ളൊരു ബോധ്യമാണ്. ഉദാഹരണത്തിന്, മനുഷ്യൻ കടന്നു പോകാൻ ഇടയുള്ള അനുഭവ തലങ്ങളെ ഉപനിഷത്ത് 4ആയിട്ടാണ് തിരിക്കുന്നത്. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. തുരീയം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഏതാണ്ട് ഈ 3 അവസ്ഥകൾക്കും ആധാരമായി നിൽക്കുന്ന നിലയാണ് 4ാമത്തേത്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായ CG യുങ് പറയുകയാണ്, പാശ്ചാത്യ മനഃശാസ്ത്രത്തിന് സ്വപ്നം വരെ മാത്രമേ പോകാൻ സാധിച്ചിട്ടുള്ളൂ. ജാഗ്രത്, സ്വപ്നം. അതിനപ്പുറത്ത് സുഷുപ്തിയിലേക്കും അതിനാധാരമായി നിൽക്കുന്ന ഒരു തലത്തിലേക്കും നമ്മുടെ ഋഷിവര്യന്മാർക്ക്, നമ്മുടെ പൂർവികർക്ക് ബോധ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയാണ് ഉപനിഷത്ത് ദർശനമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, ഈ ഉപനിഷത്ത്, ആ ഒരു കാഴ്ചപ്പാട്, ഉപനിഷത്ത് വീക്ഷണം, ഇത് യുക്തിയുക്തമാണ്. മനുഷ്യൻ നേരിടുന്ന, മനുഷ്യൻ ചോദിക്കുന്ന, മനുഷ്യരാശി മുന്നോട്ട് വെക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഉപനിഷത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് യുക്തിയുക്തമാണ്. കഠോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ ശങ്കരാചാര്യസ്വാമികൾ പറയുകയാണ്, പ്രത്യക്ഷ വിരുദ്ധമായ ശ്രുതിയെ പോലും അംഗീകരിക്കേണ്ടതില്ല. ശ്രുതി പറയുന്നത് പ്രത്യക്ഷ വിരുദ്ധമാണെങ്കിൽ അതുപോലും അംഗീകരിക്കേണ്ടതില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്കും സ്വാതന്ത്ര്യവും യുക്തിയുക്തതയും നമുക്ക് ഉപനിഷത്ത് ദർശനത്തിൽ കാണാൻ സാധിക്കും.
എന്തായാലും ശരി, നാം ഒന്ന് എന്ന് പഠിപ്പിക്കുന്ന ഈ ഒരു ദർശനം ലോകത്തിന് അനുഗ്രഹമാണ്. ഈ ഒരു ദർശനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നടരാജഗുരുവിനെ പോലുള്ളവർ വൺ വേൾഡ് മാനിഫെസ്റ്റോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ന് പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിലൊക്കെ പാഠ്യവിഷയമായ ഒരു പുസ്തകമാണ്, ഒരു ആശയമാണ് നടരാജഗുരുവിൻ്റേത്, വൺ വേൾഡ് മാനിഫെസ്റ്റോ. നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെക്കുറിച്ച് കേൾക്കുന്നുണ്ട്, പല മാനിഫെസ്റ്റോയെക്കുറിച്ചും കേൾക്കുന്നുണ്ട്. പക്ഷേ സനാതന സംസ്കൃതിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു മാനിഫെസ്റ്റോ നമ്മൾ രൂപപ്പെടുത്തിയാൽ അതിന് വൺ വേൾഡ് മാനിഫെസ്റ്റോ എന്ന് നമുക്ക് പേരിടാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു വീക്ഷണം, ഇത്തരത്തിലുള്ള ആശയം, ഈ ഉപനിഷത്ത് ആശയങ്ങൾ ലോകത്തിൽ പ്രചരിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ആപത്തായിരിക്കും സംഭവിക്കുക. കാരണം മനുഷ്യൻ സ്വാർത്ഥതയിലേക്കും അശാന്തിയിലേക്കും കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പാശ്ചാത്യ സംസ്കാരമൊക്കെ എത്ര ഭൗതിക നേട്ടമുണ്ടെങ്കിലും ഇത്തരത്തിൽ അശാന്തിയും സ്വാർത്ഥതയും അതിനാധാരമായി നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സനാതന സംസ്കൃതി, ഈ ഉപനിഷത്ത് സംസ്കാരം എക്കാലവും മനുഷ്യരാശിക്ക് വേണ്ടി നിലനിന്നേ മതിയാവൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സെമിനാറുകൾ നാട് മുഴുവൻ സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നത്. ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ രചിച്ച സനാതന സുധ എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആധാരമാക്കിയുള്ള സെമിനാറിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. Honorable Governor of Kerala, Sri Arif Muhammad Khanji, literally we are overwhelmed with your presence and participation of this small function. We know he is the administrative head of Kerala state. Apart from his administrative excellence, he is a good orator. He can speak Upanishads with a deep understanding. He is well versed in Swami Vivekananda literature, and he is an admirer of Swami Ranganathananda too. In short, he is a part of Ramakrishna family. All-hearted welcome, revered sir. ഇവിടെ അധ്യക്ഷ ഭാഷണം നടത്തുന്നത് പ്രൊഫസർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അവർകളാണ്. അദ്ദേഹം ഒരേ സമയം 2 വലിയ സർവകലാശാലകളുടെ VC ആയിട്ട്, വൈസ് ചാൻസലർ ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലും നമ്മളെപ്പോൾ വിളിച്ചാലും അദ്ദേഹം അവൈലബിളാണ്. അദ്ദേഹം ശാന്തമായിട്ട് നമ്മളോട് ഇടപെടുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഡോക്ടർക്കുള്ള പുരസ്കാരം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, അദ്ദേഹം ഉൾക്കാഴ്ചയുള്ളൊരു വാഗ്മിയാണ്. കാരണം അദ്ദേഹം ഉള്ളിൽ സൂക്ഷിക്കുന്ന ആധ്യാത്മികത തന്നെയാണ്. അദ്ദേഹം ശ്രീരാമകൃഷ്ണ മഠവുമായി വളരെയേറെ ബന്ധം പുലർത്തുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് സ്വാമി വിവേകാനന്ദൻ്റെ ദർശനങ്ങളുമായി അത്തരം ദർശനങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ആശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഡോക്ടർ മോഹനൻ കുന്നുമ്മലെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും ആമുഖ ഭാഷണം നടത്തുന്നത് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി അവർകളാണ്.
പരിചയപ്പെടുത്തലിൻ്റെ ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു പണ്ഡിതനും വാഗ്മിയുമാണ് വിശ്വനാഥൻ നമ്പൂതിരി സാറ്. മാത്രമല്ല അദ്ദേഹം സനാതന ധർമ്മത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ശ്രീമദ് ആഗമാനന്ദ സ്വാമികളുടെ പാരമ്പര്യം പേറുന്ന ഒരു കുടുംബത്തിൽ നിന്നുമാണ് അദ്ദേഹം വരുന്നത്. അക്ഷരാർത്ഥത്തിൽ ആ ത്യാഗത്തെ ജീവിതത്തിൽ വിളക്കിച്ചേർക്കുന്നതിലൂടെ ആ പാരമ്പര്യം അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിശ്വനാഥൻ നമ്പൂതിരി സാറ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ്. ഞങ്ങൾ അമൃത ടി വിയിൽ ഒന്നിച്ച് പരിപാടികൾക്കായിട്ട് ദിവസങ്ങളോളം ചെലവഴിക്കാറുണ്ടായിരുന്നു. എന്തായാലും ശരി, ഈ സനാതന സുധ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാർ. ആ പുസ്തകത്തിന് പ്രചാരം ആശംസിച്ചുകൊണ്ട് വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഇനിയും ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നത് ശ്രീ എ വി നാരായണ ശർമ്മ അവരുകളാണ്. അദ്ദേഹം സംസ്കൃതത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, കൾച്ചർ ഗോസ് വിത്ത് സാൻസ്ക്രിറ്റ് എന്ന്. അപ്പോൾ അത്രമാത്രമാണ് സംസ്കൃതത്തിൻ്റെ പ്രാധാന്യം. മാത്രമല്ല സനാതന ധർമ്മ പ്രചാരണത്തിന് വേണ്ടി സനാതന സ്കൂൾ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നുണ്ട്. ആ സംഘടനയുടെ മാനേജിങ് ട്രസ്റ്റിയാണ് അദ്ദേഹം. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഉദ്യോഗം കഴിഞ്ഞ് എങ്ങനെയാണ് ജീവിതത്തെ ആഘോഷമാക്കേണ്ടത് എന്ന് അദ്ദേഹം നമ്മളെ കാണിച്ചു തരികയാണ്. അദ്ദേഹം മുഴുവൻ സമയവും അദ്ദേഹം എൻഗേജ്ഡ് ആണ്. ആ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹം വിരമിക്കലിനെ ആഘോഷമാക്കിയിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. എ വി നാരായണ ശർമ്മ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഇനിയും ഇവിടെ പ്രാർത്ഥന അർപ്പിച്ചത് ശ്രീ കെ കെ നിഷാദ് അവരുകളാണ്. അദ്ദേഹം ദേവഗിരി കോളേജിലെ ഗണിതാധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമാണ്. ഒരു അനുഗ്രഹീത ഗായകനാണ്. തികഞ്ഞ ഒരു ശ്രീരാമകൃഷ്ണ ഭക്തൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കിട്ടുകയുണ്ടായി. കെ കെ നിഷാദിനെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങ് അവതരിപ്പിക്കുന്നത് ശ്രീ ഋഷഭ് ഹരിഹരനാണ്. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അതുപോലെ ഒരു ശ്രീരാമകൃഷ്ണ ഭക്തനാണ്. ഋഷഭിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യും. അതുപോലെ ഇവിടെ വേദോച്ചാരണം നടത്തിയ ബ്രഹ്മസ്വം മഠത്തിലെ അംഗങ്ങൾ, അതുപോലെ വോളണ്ടിയേഴ്സ്, ഡിവോട്ടീസ്, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പത്രപ്രവർത്തകർ, ഈ പരിപാടിക്ക് എല്ലാവിധ സാങ്കേതിക സഹായവും നൽകിയവർ, എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.